ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് എബിൻ മാത്യു. ആർപ്പുവിളിയോടെ സിസി ആപ്പ് ഈ ഓണം സിസി ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. നമ്മുടെ HSI സോഷ്യൽ സയൻസ് എക്സാം ഡേറ്റിംഗ് വന്നു കഴിഞ്ഞു. നവംബർ മാസം 4-ാം തീയതി നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോവുകയാണ്. 60ഓളം ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇനി ബാക്കിയുള്ളത്. നമ്മൾ നമ്മുടെ സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോയിട്ടുണ്ടോ? ഇനിയും പഠിക്കാനായിട്ടുള്ള ഭാഗങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ? ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ് നമ്മുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ HSI സോഷ്യൽ സയൻസിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്കുകൾ അത് ഏതൊക്കെയാണ്, ഈ ഭാഗങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് വേഗത്തിൽ തന്നെ നമുക്ക് ഈ ടോപ്പിക്കുകളിലേക്ക് വരാം. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സിലബസിൽ പാർട്ട് എ എന്ന് പറയുന്ന ഭാഗമാണ്. 20 മാർക്കിൻ്റെ ചോദ്യം നമുക്കിവിടെ നിന്ന് വരുന്നുണ്ട് അല്ലേ? അതിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്? അതിൽ തന്നെ മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. നമ്മൾ ഈ ഒരു മൊഡ്യൂള് ഹിസ്റ്ററി പോർഷനിൽ ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മൊഡ്യൂൾ 1 നമുക്ക് അല്ലെങ്കിൽ പാർട്ട് എയിലും മൊഡ്യൂൾ 1 ആ ഭാഗം തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഉറപ്പായിട്ടും നമുക്കതിൽ നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ റിനൈസൻസ്, ഇപ്പോൾ കേരള റിനൈസൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ റിനൈസൻസും ഉണ്ട് അല്ലേ? അപ്പോൾ ഇന്ത്യൻ റിനൈസൻസ് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. അതേ തുടർന്ന് ഫ്രീഡം മൂവ്മെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. മൊഡ്യൂൾ 2 നമുക്ക് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സുമാണ്. നമ്മൾ അത്യാവശ്യം പത്രവും മാധ്യമങ്ങളും ഒക്കെ കാണുന്നവരാണോ, അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് പൊതുവിജ്ഞാനം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്ന ടെസ്റ്റ് ചെയ്യപ്പെടുന്ന, നമുക്ക് ഉറപ്പായിട്ടും മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്സ് അല്ലേ? നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് ടീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തഡോളജി, അതിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് കൃത്യമായിട്ടും ആ ടെക്നിക്കലി നമ്മളതിൻ്റെ ടേമുകളും അതിൻ്റെ ഉപയോഗവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലായിരിക്കും നമുക്കത് എഴുതാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. നമുക്ക് പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാകാം, അതൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഭാഗങ്ങളാണ് പാർട്ട് എയിൽ വരുന്ന, ഉറപ്പായിട്ടും നല്ല രീതിയിൽ പഠിച്ചു പോകേണ്ട ഭാഗങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമുക്കറിയാം, നമുക്ക് ഇനി എക്സാമിനായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് 60ഓളം ദിവസങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ 60ഓളം ദിവസങ്ങൾ കൊണ്ട് വളരെ കൃത്യമായിട്ട് സോഷ്യൽ സയൻസിൻ്റെ സിലബസ് കവർ ചെയ്ത് പഠിക്കാനായിട്ട് ഇത്തവണ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 60 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യും. ഇനിയും പഠിച്ചു തുടങ്ങാനായിട്ട് അവർക്ക് വിഷമിക്കേണ്ട സാഹചര്യമില്ല. തീർച്ചയായിട്ടും CCയോടൊപ്പം നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാം. നല്ല രീതിയിൽ തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം. അതിനുവേണ്ടി 85 89 08 35 68 എന്നുള്ള നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ അന്വേഷിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. നിങ്ങളുടെ അധ്യാപനത്തിലേക്കുള്ള ആ വഴി ഇന്ന് തന്നെ തുറക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് എ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് വരാം. പാർട്ട് ബിയിൽ നമ്മുടെ സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പാർട്ട് ബിയിൽ ആദ്യത്തെ മൊഡ്യൂളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി തന്നെ ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ചരിത്രം എന്താണ്, ചരിത്രത്തിൻ്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു 20 എണ്ണമെങ്കിലും നിങ്ങൾ പഠിക്കുക. 20 പ്രധാനപ്പെട്ട ചരിത്രത്തിൻ്റെ ഡെഫിനിഷൻസ് ഉറപ്പാണ്. അതിൽ ഒരെണ്ണം വന്നിരിക്കും, ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഓക്കെ, യെസ്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സിവിലൈസേഷൻസ് ആണ്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഈ 4 സിവിലൈസേഷൻസിൽ നിന്ന് ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈജിപ്തും മെസപ്പൊട്ടോമിയയാണ്. ഓക്കെ, പിന്നീട് നമുക്ക് അടുത്ത
മൊഡ്യൂളിലേക്ക് വരികയാണ്. മൊഡ്യൂൾ 2ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് വേദകാലഘട്ടം, ബുദ്ധിസം, ജൈനിസം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ തന്നെ ബുദ്ധിസവും ജൈനിസത്തിൽ നിന്നും ഉറപ്പായിട്ടും നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. പിന്നീട് നമുക്ക് മൗര്യൻ കാലഘട്ടം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുപ്ത കാലഘട്ടം. ഗുപ്ത കാലഘട്ടത്തിലെ ലിറ്റററി വർക്കുകൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അതുപോലെ മൊഡ്യൂൾ 3ലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ ഉണ്ട്. അപ്പം മിഡീവൽ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സുൽത്താനേറ്റ്, മുഗൾ കാലഘട്ടം, ആ കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഭക്തി പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, പിന്നീട് വരുന്നത് നമ്മൾ മോഡേൺ ഏജിലേക്കാണ്, അതായത് മോഡേൺ ഇന്ത്യയിലേക്കാണ്. മോഡേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്രിട്ടീഷുകാരുടെ ആഗമനം അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനം, അവരുടെ ആ ഓർഡർ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത 1857 റിവോൾട്ട് അല്ലേ. ഓക്കെ, പിന്നീട് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൂവ്മെൻറ്റ്. 4ലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ് അല്ലേ. ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കോണമി, അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. ഇന്ത്യൻ എക്കോണമിയുടെ പ്രത്യേകത അല്ലേ, അത് ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ. 1990 വരെയുള്ള ഇന്ത്യൻ എക്കോണമി, അതിനുശേഷമുള്ള ഇന്ത്യൻ എക്കോണമി അല്ലേ. യെസ്, ഇപ്പോൾ ഒരുപാട് വ്യാപാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് തർക്കങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കറണ്ട് അഫയേഴ്സിൽ കേട്ടോ. ഓക്കെ, ഡെവലപ്മെൻറ്റൽ എക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കോണമി. കേരള എക്കോണമിയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്തൊക്കെയാണ് അല്ലേ. കേരള ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു ഭാഗം തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ അത് ഉറപ്പായിട്ടും ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പം ചോദ്യം വരാൻ സാധ്യതയുള്ള മേഖലകൾ, ടോപ്പിക്കുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഇപ്പം. ഓക്കെ, മൊഡ്യൂൾ 5ലേക്ക് വരുമ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് ആണ് അല്ലേ. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ട് എന്താണ് സ്റ്റേറ്റ്, എന്താണ് സിവിൽ സൊസൈറ്റി, എന്താണ് സോവറിനിറ്റി അല്ലെങ്കിൽ പരമാധികാരം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ചോദിച്ചു വരുന്നുണ്ട്. എന്താണ് ഈ ആശയം, എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആദ്യ ഭാഗത്ത് പഠിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 6ലേക്ക് വരുമ്പം അവിടെ നമുക്ക് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻസ്. അപ്പം അന്തർദേശീയ തലത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ്, സംഘടനകൾ. അപ്പോൾ അതിൽ നമ്മൾ UN ഉൾപ്പെടെയുള്ള സംഘടനകൾ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ബ്രിക്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടന ഉണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ മീറ്റിങ്ങുകൾ, അതിൻ്റെ ചെയർമാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊന്നും കൂടെ നമുക്ക് അവിടെ മനസ്സിലാക്കി പഠിച്ചു പോകേണ്ടതായിട്ട് ഉണ്ട്. മൊഡ്യൂൾ 7ലേക്ക് വരുമ്പം ജോഗ്രഫിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജോഗ്രഫി കുറച്ച് ടെക്നിക്കലായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട വിഷയമാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് സോളാർ സിസ്റ്റം പഠിക്കാനുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൃത്യതയോടുകൂടി വീണ്ടും ഒന്നുകൂടെ പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ മാപ്സ്, എങ്ങനെയാണ് മാപ്പുകൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് മാപ്പിൻ്റെ സ്കെയിലിംഗ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ ലാൻഡ് ഫോംസ് ആണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് റോക്സ്, എന്താണ് വെതറിങ് ഓഫ് റോക്സ്, അതുപോലെ തന്നെ നമ്മുടെ ഔലിയൽ ലാൻഡ് ഫോംസ്, അങ്ങനെയുള്ള ഓരോ രീതിയിൽ ഫോം ചെയ്യപ്പെടുന്ന ലാൻഡ് ഫോംസ്, അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഫിസിക്കൽ ജോഗ്രഫിയിൽ കൃത്യമായിട്ട് പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ മഴ അല്ലേ, മഴയുടെ പ്രത്യേകതകൾ, വിൻഡ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള മേഖലകൾ തന്നെയാണ്. പിന്നീട് നമുക്ക് മൊഡ്യൂൾ 8ലേക്ക് വരുമ്പം ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയാണ് അവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഹ്യൂമൻ പോപ്പുലേഷൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു അല്ലേ, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സസിൻ്റെ വിതരണം, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അയൺ, സ്റ്റീൽ, ഇതിൻ്റെയൊക്കെ വിതരണം ലോകത്ത് എവിടെയാണ്, ഇന്ത്യയിൽ പ്രധാനമായിട്ട് എവിടെയാണ് കാണുന്നത്, അതുപോലെ തന്നെ കോട്ടൺ, റൈസ്, വീറ്റ് അല്ലെ, ധാന്യങ്ങൾ എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, അതുപോലെ തന്നെ ക്ലൈമറ്റിക് റീജിയൻസ്, ഇറിഗേഷൻ അല്ലേ, അതുപോലെ തന്നെ പുതിയ ഫാമിംഗ് ടെക്നിക്സ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിച്ച് പോകേണ്ടതായിട്ട് ഉണ്ട്. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്, ഹോട്ട് ടോപ്പിക്സുകളാണ് നമുക്ക് HSI സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കാനായിട്ട്
ഉള്ളത്. ഈ ഭാഗങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. എല്ലാവരുടെയെങ്കിലും നിർബന്ധമായിട്ടും നമ്മുടെ ഒരു സിലബസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാത്ത ഭാഗങ്ങൾ ഇനിയും നമ്മൾ പഠിച്ച് സമയബന്ധിതമായിട്ട് തന്നെ തീർക്കണം. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ 60 ദിവസങ്ങളാണ് നമ്മളുടെ മുൻപിൽ ഉള്ളത്. അപ്പോൾ ഈ 60 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ പഠിച്ചു തീർക്കാനായിട്ട് നല്ലൊരു അവസരം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഓണം വൈബിൻ്റെ കൂടെ എന്താണ് ഒരു ഓഫറും കൂടെയാണ് ഇത്തവണ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതായത് നമ്മുടെ CCL അധ്യാപക കോഴ്സുകൾക്ക് അതിൻ്റെ ഫീല് 30% വരെ കിഴിവുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വിളിച്ച് ചോദിക്കുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക, ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. എത്രയും വേഗത്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം വിളിക്കുവാനായിട്ടുള്ള നമ്പർ ഇവിടെയുണ്ട്. 85 89 08 35 68 എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.